ഗുഡ് മോർണിംഗ്. അപ്പോഴേ നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ 6 മണിക്കിനെ ഞാൻ എണീച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അത്യാവശ്യം ലേറ്റായി ഇന്നലെ കിടക്കാനായിട്ട്. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ തന്നെ അത്യാവശ്യം കിളി പാറിയിട്ടാട്ടോ എണീറ്റത്. 6 മണിക്ക് തന്നെ എണീക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പള്ളിയിൽ പോകണം ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ 6 മണിക്ക് തന്നെ എണീച്ചത്. അപ്പോൾ ഇന്നലെ വീഡിയോ എടുത്തിരുന്നതുകൊണ്ട് കിടക്കാൻ ഇച്ചിരി വൈകി. ഇച്ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മണി കഴിഞ്ഞു ഗൈസ്. പിന്നെ പള്ളിയിൽ പോകുന്നത് കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയി പോകുന്നതുകൊണ്ട് ഞാനത് മുടക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് കുറച്ച് നേരം ബെഡിൽ അങ്ങനെ ഇരുന്ന് പിന്നെ ഞാൻ പോയി ബെഡ് വൃത്തിയാക്കാൻ പോയി കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റും പില്ലോയും എല്ലാം നേരെ വെച്ചിട്ടുണ്ട്. എനിക്ക് രാവിലെ എണീക്കുമ്പോൾ റൂം ഇങ്ങനെ മെസ്സായിട്ട് കണ്ട അന്നത്തെ ദിവസമേ പോയ കൂട്ടാം. എനിക്കങ്ങനെ വൃത്തിയിൽ കാണണം. അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ എത്ര മെസ്സാക്കിയിട്ടാലും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഫുള്ള് മാക്സിമം വൃത്തിയാക്കിയിട്ടാട്ടോ കിടക്കാറുള്ളൂ. പിന്നെ രാവിലെ എണീച്ച് ആകെ വൃത്തിയാക്കാനുള്ള പണി ബെഡും കൂടി വൃത്തിയാക്കിയിട്ടാൽ നമുക്കൊരു എന്താ പറയുക, ഒരു പോസിറ്റീവ് വൈബ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് കഴിഞ്ഞ് പല്ല് തേക്കാൻ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഞാൻ മനസ്സിലാവുണ്ടാവില്ലേ എത്രത്തോളം കിളി പാറിയിട്ടാണ് ഞാൻ ഇരിക്കണേന്ന്. എന്തായാലും പല്ല് തേച്ച് കഴിഞ്ഞു, ഫേസ് വാഷും ചെയ്ത് കഴിഞ്ഞു. ഞാൻ സെറാവയുടെ ക്ലെൻസിങ് ഫേസ് വാഷ് വെച്ചിട്ടാട്ടോ ഫേസ് വാഷ് ചെയ്ത്. അത് കഴിഞ്ഞ് മുഖമൊക്കെ തുടച്ചിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചായ കുടിക്കാനാണ് പോയത്. ഞാൻ ആക്ച്വലി ഒരു ഓൺ വോയിസിൽ കുറേ ക്ലിപ്പുകൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ അത് ഇടാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ രാത്രി വീഡിയോ എടുക്കാനിരുന്നതുകൊണ്ട്, അപ്പോൾ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് ചായ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ നോക്കി ചൂടൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് ജനലൊക്കെ തുറന്നിട്ടിട്ട് ഞാൻ അങ്ങനെ ഇരുന്ന് എന്താ പറയുക ചായ കുടിക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു സമയം 6:25 ഞാൻ അതിൽ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കത്തില്ല. അപ്പോൾ 6:25 നമുക്ക് 6:30 കഴിയുമ്പോഴേക്കും 35 ആകുമ്പോഴേക്കും ഇറങ്ങണം. അപ്പോൾ 10 മിനിറ്റേ ഉള്ളൂ. പിന്നെ ഓരോ സിപ്പ് എടുക്കുമ്പോൾ ഞാൻ പല്ലിങ്ങനെ തോന്നണത്, ഞാൻ പല്ലിൽ മറ്റേ അലൈനേഴ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഊരാനുള്ള മടി കൊണ്ട് ഊരാണ്ടാട്ടോ ഞാൻ കുടിച്ചത്. അപ്പോൾ ഒത്തിരി ചൂടുള്ള ചായയൊക്കെ കുടിച്ചാൽ നമ്മൾ ചൂടുള്ള ഫുഡ് കഴിക്കുമ്പോൾ അത് ഊരി വയ്ക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ മടി കാരണം ഞാൻ ഊരി വയ്ക്കാത്തതുകൊണ്ട് ഞാനത് എന്തെങ്കിലും കുഴപ്പം വരുന്നുണ്ടോ നോക്കുന്നതാണ്. അപ്പോൾ ഞാൻ റെഡി ആയി ഇറങ്ങിയിട്ടുണ്ട്. സ്കൂട്ടിയിലാട്ടോ പോകുന്നത്. അപ്പോൾ ചുമ്മാ ഒരു വെയിറ്റ് എടുത്തു. അത് കഴിഞ്ഞ് പള്ളിയിലെത്തി കുർബാനയൊക്കെ കണ്ട് നല്ല കുട്ടിയായിട്ട് ഞാൻ പള്ളിയിൽ നിന്ന് തിരിച്ചിറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ചുമ്മാ പറഞ്ഞാൽ നല്ല കുട്ടിയൊന്നുമല്ല, നല്ല നമ്മളെ വീഡിയോയിൽ കിടക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ ചെരുപ്പ് ഊരി വയ്ക്കുന്ന സ്റ്റാൻഡാണ് നിങ്ങൾ സൈഡിൽ കണ്ടത്. അപ്പോൾ അവിടെ ചെരുപ്പ് ഊരി വയ്ക്കുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ മീമികൾക്ക് തീറ്റ കൊടുക്കും. ഇവിടെ മാത്രമല്ല അകത്തുണ്ടായിരുന്നു, അതിൻ്റെ ക്ലിപ്പ് ഞാൻ എടുത്തില്ല. പിന്നെ തിരിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന പരിപാടിയാണ് ഫ്രഷായി ഡ്രസ്സ് മാറുക. എനിക്ക് പുറത്ത് വന്ന ഡ്രസ്സിൽ വീട്ടിലിരിക്കുന്ന പറഞ്ഞാൽ അത്ര അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം വേറിയില്ല. അപ്പോൾ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി ഫേസ് വാഷൊക്കെ ചെയ്ത് ചെറുതായിട്ടൊരു സ്കിൻ കെയർ പരിപാടിയിലൊക്കെ ചെയ്യും. രാവിലെ തന്നെ സ്കിൻ കെയർ മസ്റ്റാണ്. പള്ളി പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ തിരക്ക് പിടിച്ച പോക്കായതുകൊണ്ട് സ്കിൻ കെയർ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് സ്കിൻ കെയർ ചെയ്തു. സംഭവം ഈ പറയണ പോലെ കാര്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്. പക്ഷെ ആ കാര്യമായിട്ട് പറയണ ഒന്നും തോന്നി ഇടണ്ടാന്ന്. കാരണം പറയുന്നതിന് ഒരു വ്യവസ്ഥയില്ല ഗൈസ്. ആദ്യമായിട്ട് വീഡിയോ നോക്കി സംസാരിക്കുന്നതുകൊണ്ട് അവിടെ എവിടെയും എങ്ങും എത്തിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ലിബാമും കാര്യങ്ങളൊക്കെ ഇട്ട് സ്കിൻ കെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇതെന്താ ഈ ലിബാമിൻ്റെ അടപ്പ് വെച്ചിട്ടൊക്കെ തുറക്കണമെന്ന്. എൻ്റെ സ്റ്റാൻഡിൽ വീഡിയോ എടുക്കുന്ന കാര്യമേ ഞാൻ വിട്ടുപോയി. അങ്ങനെ ഞാൻ എന്ത് പറ്റി, സ്റ്റാൻഡ് ഇല്ലാണ്ട് ഫോൺ പിടിച്ച് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാനത് വെച്ച് തുറന്നത് കേട്ടോ. അപ്പോൾ ലിബാം കഴിഞ്ഞിട്ട് ഞാൻ സിറം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു മോയ്സ്ചറൈസറും എന്താ പറയുക സൺസ്ക്രീനും കൂടെ ഞാൻ അപ്ലൈ ചെയ്തു കേട്ടോ. അപ്പോൾ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ആക്ച്വലി കുറച്ച് നേരം പോയിരുന്ന് എനിക്ക് എഴുതാനുള്ള പരിപാടികൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഒരു കല്യാണം ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് കാട്ടി, കുറച്ച് നേരം ബുക്ക് വായിച്ചിട്ട് ഞാൻ പോവാൻ വിചാരിച്ചു. കുറച്ച് ടൈം ബാക്കിയുണ്ടായിരുന്നു. 12 മണിക്കായിരുന്നു പോവേണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ബുക്ക് വായിക്കാം. ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് ഏതാണെന്നറിയോ? ചേതൻ ഭഗതിൻ്റെ ദ ഗേൾ ഇൻ റൂം നമ്പർ 105 ആട്ടോ. ആക്ച്വലി ഞാൻ ഭയങ്കര സ്ലോ റീഡറാണ്. അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ പിന്നെ എന്തോ ഓൺ വോയിസ് ഞാൻ പറഞ്ഞില്ലേ, അത് വേണ്ട വിചാരിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ ഞാൻ പോയി ഒരുങ്ങുന്നുണ്ട്. അത് കാണാട്ടോ നമുക്ക്. ഞാൻ ഇന്നൊരു സ്കേർട്ടും ടോപ്പും ആട്ടോ ഇടുന്നത് കല്യാണത്തിന്. അപ്പോൾ ആദ്യം തന്നെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നിട്ടാട്ടോ ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. പിന്നെ ഹെയറൊക്കെ ഞാൻ ഓപ്പൺ ഹെയർ ആയിരുന്നു ചെയ്തത്. പിന്നെ മാല ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെന്താ ചെറിയ ചില്ലറ മറ്റേ ഫൗണ്ടേഷനൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻവൈബയുടെ ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്ത് ഞാൻ മൊത്തം സ്കിൻ കെയർ മേക്കപ്പ് കാണിക്കാൻ നിന്ന് ഒരു 10-15 മിനിറ്റ് പോകും. ഞാൻ ഷൂട്ട് ചെയ്ത് നോക്കിയപ്പോൾ വീഡിയോയിൽ ശരിക്കും 15 മിനിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫുൾ സ്കിൻ കെയറും കഴിഞ്ഞ് പിന്നെ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്കിൻ്റെ ഫോട്ടോസോ വീഡിയോസോ കാര്യങ്ങളോ ഒരു ഫോട്ടോ പോലും സത്യം പറഞ്ഞാൽ ഞാൻ എടുത്തില്ല. അതെനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്.
അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഫുൾ ലുക്ക്. എന്താ പറയുക, എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല, ഈ കാണുന്ന വീഡിയോ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. കുറച്ച് കൊളായ വീഡിയോ മാത്രം. എൻ്റെ പൊന്നു മക്കളെ, അന്നത്തെ പിന്നെ ബാക്കി ദിവസത്തെ പറ്റിയൊന്നും പറയണ്ട. ഒരുങ്ങി ഇറങ്ങി കഴിഞ്ഞ് ഒന്ന് വെയിലത്ത് പോയി നിന്നതാണ്, അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ തലവേദന ഏത് വഴി കൂടെയാണ് വന്നതെന്ന് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ 3 മണി, അതായത് ഞാൻ ഒരു മണിയായപ്പോൾ പോയി, 3 മണിയായപ്പോഴേക്കും വന്നു. കുറച്ച് നേരം കിടന്നൊക്കെ കഴിഞ്ഞിട്ട് പോയി പെട്ടെന്ന് തന്നെ വന്നു. ഇവിടെ അടുത്ത് തന്നെയായിരുന്നു, പെട്ടെന്ന് വന്നു. കുറച്ച് നേരം പോയി കിടന്നിട്ടുള്ള വീഡിയോ ഇട്ടത്. വയ്യായ്ക ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നുള്ളൂ, അതായത് 3 മണി വരെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാനിങ്ങനെ വളവള എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ വേദനയെ പറ്റിയും കാര്യങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ അതൊന്നും മെയിൻ ചെയ്യേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ, സീ യു. പിന്നെ ഒരു കാര്യം മറക്കണ്ട, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്കുള്ളൊരു സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ, 1000 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ 1K ഫാമിലി നമ്മളായിക്കഴിഞ്ഞാൽ നമ്മളൊരു ഗീവ് അവേ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിനായിട്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ.